കാട്ടാക്കട മായ മുരളി കൊലപാതകത്തിൽ പ്രതി അറസ്റ്റിൽ. ഇവർക്കൊപ്പം താമസിച്ചിരുന്ന രഞ്ജിത്തിനെ തമിഴ്നാട്ടിൽ നിന്നാണ് ഷാഡോ പോലീസ് പിടികൂടിയത്. മുതിയവിള കാവുവിളയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന മായയെ വീടിനടുത്ത റബ്ബർ പുരയിടത്തിൽ ഈ മാസം 9-നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സ്വാന്തന സജു ചേരുന്നു. സ്വാന്തന, അറസ്റ്റ് രേഖപ്പെടുത്തിയോ? എങ്ങനെയാണ് അന്വേഷണം? ധന്യ, തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഈ മാസം 9-ാം തീയതിയാണ് മായ മുരളി എന്ന യുവതിയെ വീട്ടിൽ താമസിക്കുന്ന തൊട്ടടുത്ത ഏതാണ്ട് ഒരു 200 മീറ്റർ മാത്രം അകലെ ഒരു പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ആദ്യം വിവാഹിതയായിരുന്നു. പിന്നീട് ഭർത്താവ് മരിച്ചതിന് ശേഷം ഇപ്പോൾ ഈ അറസ്റ്റിലായിരിക്കുന്ന രഞ്ജിത്തിനൊപ്പം താമസിക്കുവാനായി വീട്ടിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. ഇവർക്ക് 2 പെൺമക്കളുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വീട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പുണ്ടായിരുന്നു. കാരണം ഈ രഞ്ജിത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിരവധി കേസുകളിലെ പ്രതിയാണ്. അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് വളരെ എതിർപ്പായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ മായയ്ക്ക് ഇദ്ദേഹത്തിന്റെ കൂടെ പോകാനായിരുന്നു താല്പര്യം. അങ്ങനെയാണ് മായ പോയത്. ഏതാണ്ട് ഒരു 5-6 മാസം ഈ രഞ്ജിത്തിനൊപ്പം താമസിക്കുകയും ചെയ്തു. പിന്നാലെയാണ് ഈ മാസം 9-ാം തീയതി മായ വീടിന്റെ അടുത്തുള്ള പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിന് പിന്നാലെ മായയുടെ കുടുംബാംഗങ്ങൾ അടക്കം ആരോപണവുമായി എത്തിയിരുന്നു. രഞ്ജിത്തിന്റെ ക്രൂരമായ പീഡനത്തിന് പിന്നാലെയാണ് മായ മരിച്ചത്, രഞ്ജിത്തിന്റെ ഉപദ്രവം കാരണമാണ് മരിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അങ്ങനെ പോലീസും രഞ്ജിത്തിന് വേണ്ടി അന്ന് തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. കാരണം ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഗുണ്ട പശ്ചാത്തലമുണ്ട്. അതുപോലെ തന്നെ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളുമായൊക്കെ ബന്ധമുള്ള ആളായതുകൊണ്ട് തന്നെ ഒളിച്ചു കഴിയാൻ വളരെ എളുപ്പമായിരുന്നു രഞ്ജിത്തിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ഇയാളെ പിടികൂടാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പാടായിരുന്നു. ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിരുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിന് ശേഷവും തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് കൊടപ്പനക്കുന്ന് അടക്കമുള്ള സ്ഥലങ്ങളിൽ വന്ന് രഞ്ജിത്ത് ഭക്ഷണം കഴിച്ചു പോകുന്ന അടക്കമുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിക്കുകയും അത് പോലീസ് പുറത്തുവിടുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അങ്ങനെ പോലീസിന്റെ കണ്ടുവെട്ടിച്ച് നിരവധി ദിവസം, പ്രത്യേകിച്ച് ഏതാണ്ട് ഒരു 10-12ഓളം ദിവസം നടന്നതിന് ശേഷമാണ് ഇന്നിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കമ്പത്ത് നിന്ന് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. വൈകുന്നേരത്തോടുകൂടി ഇയാളെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വന്നതിന് ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ കോടതിയിൽ ഹാജരാക്കുകയും തുടങ്ങിയ മറ്റ് നടപടികളിലേക്കൊക്കെ തന്നെ പോലീസ് കടക്കുക. എന്തായാലും ഏതാണ്ട് ഒരു 10-12 ദിവസത്തെ പോലീസിന്റെ നിരന്തരമായ തിരച്ചിലിന് ശേഷമാണ് രഞ്ജിത്തിനെ പിടികൂടാനായിരിക്കുന്നത്. മായ മുരളി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീയുടെ മരണത്തിൽ എങ്ങനെയാണ് അവരുടെ മരണം സംഭവിച്ചത്, അതിൽ ഇയാൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ തുടങ്ങി. കാരണം പോലീസ് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും അധികം സംശയിക്കുന്ന വ്യക്തി ഈ മായയുടെ കൂടെ ഉണ്ടായിരുന്ന രഞ്ജിത്ത് തന്നെയാണ്. അപ്പം ഈ കേസിൽ ഇയാൾക്ക് എത്രത്തോളം പങ്കുണ്ട്, ഈ മായയുടെ മരണത്തിൽ എത്രത്തോളം പങ്കുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും ദിവസങ്ങൾ മാത്രമാകും അറിയാൻ കഴിയുക. ധന്യ.